ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്തൊരു വ്ളോഗാണ്. അപ്പം വേറെ എങ്ങോട്ടും അല്ല, നമ്മൾ ഈ പാട്ടൊക്കെ പാടി തുള്ളിച്ചാടി പോകുന്നത് പാലാ വരെ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പാലായ്ക്ക് പോകുന്ന വഴിയിൽ വാഗമണ്ണിലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അപ്പുവിന് ചെക്കപ്പിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നാണ് കേട്ടോ ആ ഡേറ്റ്. അതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് എത്തിയാൽ മതി. നമ്മൾ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ അവിടെ എത്തിയാൽ മതി. അപ്പം നമ്മൾ രാവിലെ 10 മണിയായപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേണ്ട ഗൈസ്, നല്ല കാലാവസ്ഥയായിരുന്നു. വാഗമണ്ണിൽ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ ഒരു പാറയുടെ ഒരു സൈഡിൽ നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ അവിടെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി. അതിന് ശേഷം കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ അപ്പുവിനോട് എൻ്റെ 2 വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ തിരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫേസ് കറക്റ്റിന് കിട്ടിയില്ലെങ്കിലും ബാക്കൊക്കെ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ നിങ്ങളോട് എൻ്റെ സന്തോഷകരമായ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഈ സൗണ്ട് ഇല്ലെങ്കിലും എന്തുകൊണ്ട് ഞാനിത് എഡിറ്റ് ചെയ്തിട്ടുകൂടാ, എന്താണ് എൻ്റെ ആ സൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എനിക്ക് ഈ സൗണ്ട് ഇല്ലാതെ വരുമ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു ഉറച്ച ഒരു മനസ്സിലൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അതായത് എന്താ പറയുക, നമുക്ക് വയ്യാഴിക വരുമ്പോഴും എനിക്ക് വയ്യാഴിക വന്നപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് മാറട്ടെ, പെട്ടെന്ന് സുഖമായിട്ട് വരട്ടെ, ഇങ്ങനെ കാണുന്നതിൽ വിഷമമുണ്ടെന്നൊക്കെ. ഒരുപാട് സന്തോഷം. നേരിട്ട് കണ്ടിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല, എന്നാലും നിങ്ങളുടെ ഈ തരുന്ന സന്തോഷവും അതുപോലെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഒരുപാട് എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ വിശപ്പിൻ്റെ വിളി വന്നപ്പം ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ബിരിയാണിയൊക്കെ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതാണല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിപ്പോൾ ആണെങ്കിൽ ഫുഡൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നതേ ഇല്ല. ഈ പനിയുടെയും വായ്ക്ക കയ്പും അതൊക്കെ കൊണ്ടായിരിക്കുമല്ലേ, എല്ലാം മാറി ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ആ വരവിനായിട്ട് ഞാൻ തന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ട ഒരു ബിരിയാണി വാങ്ങിയിട്ട് കഴിച്ചു. എന്നിട്ട് എനിക്കങ്ങ് വയറ് നിറഞ്ഞിട്ടില്ലായിരുന്നു. ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീമും കൂടെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ പാലാ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഡോക്ടറിനെയൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണമല്ലേ ആലപ്പുഴയിൽ. അപ്പം അതിനു വേണ്ടി ഉടുക്കാനായിട്ട് എനിക്ക് സാരി നോക്കണം. പാലാ വരെ പോയതില്ലേ, എന്തായാലും അവിടുന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ 2 ഷോപ്പിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നീറ്റാണ് കാണാനായിട്ടല്ലേ, അടിപൊളിയാണ്. അടിപൊളി ഹോസ്പിറ്റലാണ്. നമ്മൾ പ്രജിത്ത് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ഡോക്ടറിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിൽ കയറിയിരിക്കുകയാണ്. അടുത്ത ആളാണ് നമ്മൾ കേട്ടോ. കുഞ്ഞാതെ ഇവിടെ ഒരു മുത്തശ്ശനെ ഇതുപോലെ ബെഡിൽ കിടത്തിയിട്ടുണ്ട്. എന്തോ ചെയ്ത് അതിൻ്റെ വീല് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പു ആരും കാണാതെ നൈസായിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങളോട് കൂടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ് നമ്മൾ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ 1 മാസത്തേക്കിനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. അതിന് ശേഷം എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കയറിയതിന് ശേഷം വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് ഐസ്ക്രീമാണ് കഴിക്കണത്. ഞാൻ പിന്നെ ടെൻഡർ കോക്കനറ്റിൻ്റെ ഷേക്കാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അതും കഴിച്ചു. അപ്പോൾ ഷാർജ ഷേക്കാണ് പറഞ്ഞത്. രണ്ടും ഞാനാണ് കേട്ടോ കൂടുതൽ കഴിച്ചത്. എൻ്റെ ഇത് കൊണ്ടുവന്ന് കുറേ കഴിഞ്ഞിട്ടാണ് അപ്പുവിന് കൊണ്ടുവന്നത്. അപ്പം എൻ്റെ അത്യാവശ്യം തീർന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അപ്പുവിന് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്തു ഗൈസ്. എനിക്ക് 2 ഇഷ്ടമായി. പിന്നെന്താണ്, അപ്പം
അങ്ങനെ നമ്മൾ ഫുഡ് കഴിപ്പും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. ഏകദേശം ഇപ്പോൾ തന്നെ സമയം ഒരു 6 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഒരു 8, 8:30, 9 മണിയെങ്കിലും ആകും കേട്ടോ. നമ്മൾ ഈ കയറിയത് പാലായി തന്നെ കയറിയാണ് കേട്ടോ നമ്മൾ ജ്യൂസും ഒക്കെ കുടിച്ചത്, ഷെയ്ക്ക് കഴിച്ചത്. അപ്പം നല്ല രസമില്ലേ ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് എനിക്കിഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട്, എല്ലാം തൂക്കിയൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ റംബൂട്ടാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലുണ്ട്. എന്നാലും അത് ചെറിയ കേടുണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം പഴുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം അത് തീർന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കണ്ടപ്പം 1 കിലോ 100 രൂപ അങ്ങനെ എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും വാങ്ങി കുഞ്ഞായ ബാക്കിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞായ എന്നിട്ട് അത് കഴിക്കുകയാണ്. അവന് ഏറ്റവും ഇഷ്ടം ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ അത് റംബൂട്ടാനാണ് കേട്ടോ. അപ്പം ഞാനും കഴിച്ചു ഗൈസ്. എനിക്കും ഇഷ്ടമാണ് റംബൂട്ടാൻ. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങളൊരു പാട്ടൊക്കെ വെച്ചു, ഡാൻസൊക്കെ കളിച്ചു. അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഏതാണ് പാട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ തലയിട്ടാട്ടമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടതാണ് ഏത് പാട്ടാണ്. അപ്പം നമ്മൾ നേരെ ഹൈ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈരാറ്റുപേട്ടയിൽ നമ്മൾ വണ്ടി നിർത്തി. അതിന് ശേഷം അവിടെയും ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണോ എന്തോ എനിക്കൊന്നും ഇഷ്ടമായില്ല ഗൈസ്. ശേഷം എന്താ നമ്മൾ വാഗമൺ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയമായപ്പോൾ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നമ്മൾ അവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. ചെറിയൊരു കടയിൽ ചായയൊക്കെ കുടിച്ച് വീണ്ടും ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് പേടിയുണ്ടായിരുന്നു പനിയോ വല്ലതും വരുമോയെന്ന്. പക്ഷേങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല, പനിയൊന്നും വന്നില്ല. ഞാനും ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. പക്ഷെ അപ്പോൾ ആണെങ്കിൽ വേഗം ചായ കുടിക്കാൻ പോവാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മൾ കിട്ടിയ വീഡിയോസൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം. എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കിന് സത്യം പറയാൻ എൻ്റെ വോയിസ് ഓക്കെ ആയി വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് മാക്സിമം സംസാരിക്കാണ്ടിരിക്കുക, വോയിസ് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉപ്പുവെള്ളം കൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം എന്താ പറയുക, എല്ലാം കുറയട്ടെ. ഈ ഒരു സമയത്ത് എല്ലാവർക്കും പനിയും ജലദോഷവും ഒക്കെയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ പറയാനുള്ളൂ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. നല്ലൊരു സ്ഥലമാണ് വാഗമൺ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ വാഗമണ്ണൊക്കെ വരിക. വാഗമണ്ണൊക്കെ വരുമ്പോൾ നമ്മളെ വിളിക്കുക കേട്ടോ, ഇടുക്കിക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ നിന്ന് ഇതുപോലെ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. അതൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചു. എന്ത് രസമാണെന്നറിയോ ഇവിടെ കാണാനായിട്ട്. നേരിട്ട് കാണാനും അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. നല്ല രസമാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.